ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സൺഡേ ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഈവനിങ് ഒന്നും പറയാൻ പറ്റില്ല, ഒരു നൈറ്റൊക്കെ ആയേക്കണം. ഒരു 8 തൊട്ട് 10 വരെ ഉള്ള ടൈമിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. എന്നുമല്ല, എല്ലാ സൺഡേയ്സും ഓരോ പോലെ ആയിരിക്കും. അപ്പം അത്യാവശ്യം ക്ലീനൊക്കെ ആയിട്ടാണ് നമ്മുടെ കിച്ചൺ കിടക്കുന്നത്. കുറച്ച് നേരം മുന്നെയാണ് പാത്രമൊക്കെ കഴുകി സെറ്റാക്കിയത്. ചായ കുടിച്ച പാത്രം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അജുക്ക് ഇവിടെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്, മറ്റേ ക്രിക്കറ്റ് ഇപ്പോൾ നടക്കണില്ലേ. അത് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പുള്ളിക്ക് ആക്ച്വലി തീരെ വയ്യ, എങ്കിലും കളി ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണതാണ്. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം തന്നെയായിട്ട് പിറ്റേ ദിവസമുള്ള കാര്യങ്ങൾ സെറ്റാക്കി വയ്ക്കും കേട്ടോ. അതായത് ഇപ്പം രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് അധികം സമയം ഉണ്ടാകുമെന്ന് വരില്ല. അപ്പോൾ തലേന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഭയങ്കര എളുപ്പമായിരിക്കുമല്ലോ. കുറച്ച് സമയത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയും. ഞാൻ ഇപ്പം നാളത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് റാഗിയുടെ ദോശയാണ്. റാഗിപ്പൊടി തപ്പുവാണ്. നമുക്കിവിടെ ഒരുപാട് സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാ സംഭവങ്ങളും ഓരോ സെപ്പറേറ്റ് കണ്ടെയ്നറിലായിട്ട് നമുക്ക് വെച്ചാൽ അതിൻ്റെ സ്പേസ് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഞാനിങ്ങനെ വലിയ കണ്ടെയ്നർ വാങ്ങിയിട്ട് എല്ലാം മടക്കി മടക്കി ഇതേപോലെ സെറ്റാക്കി വയ്ക്കുകയാണ്. അതാകുമ്പോൾ ഒരുപാട് സ്ഥലം എടുക്കില്ല, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ മാത്രമല്ല, ഒരുപാട് കണ്ടെയ്നറിലാക്കി വയ്ക്കാനുള്ള സ്ഥലമൊന്നുമില്ല കേട്ടോ ഇവിടെ. അപ്പം ഞാൻ ഇങ്ങനെ റാഗി പൊടിയില്ലേ, പൊടി ഇൻസ്റ്റൻറ്റ് പൊടിയല്ല, ഇങ്ങനെ പൊടി വാങ്ങാൻ കിട്ടില്ലേ, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടത് നമ്മുടെ റാഗിപ്പൊടിയും പിന്നെ തേങ്ങ കൂടി തലേദിവസം ഒന്ന് മിക്സിയിലിട്ട് അരച്ച് വയ്ക്കുവാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ നല്ല രീതിയിൽ കിട്ടുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതേപോലെ ഒന്ന് തലേന്ന് ആക്കി വയ്ക്കുവാണ്. ഞാൻ സത്യം പറഞ്ഞ റാഗിപ്പൊടി വാങ്ങിയ എന്തിനാണെന്ന് വെച്ചാൽ റാഗിയുടെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ അങ്ങോട്ട് സെറ്റായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, പിന്നെ സത്യം പറഞ്ഞാൽ മില്ലറ്റല്ല, ആ റാഗിയുടെ പിന്നെ കുരുകളില്ലേ, റാഗിയില്ലേ, എന്താ പറയുക, റാഗി അതായത് പൊടിയല്ലാതെ ഇല്ലേ, അതുകൊണ്ട് ഇവിടെ സത്യത്തിൽ ഞാൻ അത് അരച്ച് ദോശ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങാൻ കാരണം ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പക്ഷേ ചപ്പാത്തി അങ്ങനെ അങ്ങ് കറക്റ്റ് ആകാത്തത് കൊണ്ട് ഞാൻ പിന്നെ അന്ന് ഇങ്ങനെ ഇതേപോലെ ദോശ ഉണ്ടാക്കി എടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 2 ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ തേങ്ങ ഓൾറെഡി ചിരണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഓരോ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും തേങ്ങ ചിരണ്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഞാൻ കുറച്ച് ഇപ്പോൾ ഒരു തേങ്ങ പൊട്ടിക്കുകയാണെങ്കിൽ തേങ്ങ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഞാൻ ചിരകി ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പം ഞാൻ അങ്ങനെ ഒരു കുറച്ച് തേങ്ങയും 2 ഗ്ലാസ് പൊടിയും, അതുപോലെ ഞാൻ 2 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നല്ല രീതിയിൽ അരച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ അരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് അതിലെ കട്ടകളൊക്കെ ഒന്ന് ഇളക്കി വിടണം കേട്ടോ. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി കണ്ടതാണ്. എനിക്ക് കറക്റ്റായിട്ട് എന്തുകൊണ്ടാണ് മിക്സിയിൽ അടിക്കുമ്പോൾ തന്നെ മാറുമെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അറിയില്ല, നമ്മൾ പിന്നെ എങ്ങാനും ഫ്ലോപ്പായി പോയാലോ വിചാരിച്ചിട്ട് കറക്റ്റ് അത് തന്നെ ഫോളോ ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ദോശ ബാറ്ററൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടും. അവർ ആ പറഞ്ഞ അളവിൽ തന്നെ എടുക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശയുടെ കാര്യം സെറ്റായി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട്, ഞാൻ ആദ്യമേ തന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ സമയത്ത് വേണമെങ്കിൽ ഇപ്പം തന്നെ ഉപ്പ് നോക്കി വയ്ക്കുക, അല്ലെങ്കിൽ നാളെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പം ഉപ്പ് നോക്കി സെറ്റാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഈ ദോശേൻ്റെ കൂടെ ഞാൻ കറിക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ കറുത്ത കടലയില്ലേ, കറുത്ത കടലയാണ്. അപ്പോൾ അത് ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. ഇവിടെ സാധാരണ ഒരു അര ഗ്ലാസ് ഒക്കെ മതിയാവും. അര ഗ്ലാസ് കൂടുതലാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ കുറച്ചധികം എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാളെ രാത്രിയും ഇത് തന്നെ ആയിരിക്കും മിക്കവാറും. ഏതെങ്കിലും ഒരു നേരം മാത്രമാണ് ചോറ് കഴിക്കുന്നുള്ളൂ. രാവിലെ വൈകുന്നേരമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ആയിരിക്കും ഇവിടെ കഴിക്കുക. ഉച്ചയ്ക്ക് മാത്രമാണ് നമ്മൾ മെയിനായിട്ട് ചോറിൻ്റെ കാര്യം നോക്കലുള്ളൂ. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം സെറ്റായി. ഇന്ന് ഞാനോ ചിക്കൻ ചെറുതായിട്ട് കച്ചറ കൂടി കേട്ടോ. അപ്പോൾ സാധാരണ ഞങ്ങൾ ഞായറാഴ്ച പോയിട്ടാണ് പച്ചക്കറികളൊക്കെ വാങ്ങണത്. അപ്പം എന്നെ കൂട്ടാതെ പുള്ളിക്ക് തോന്നിയ കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പം നമ്മുടെ വെണ്ടയ്ക്കയും പാവയ്ക്കാണുള്ളത്. പാവയ്ക്ക് വേറെ ദിവസം എടുക്കാം, പിന്നെ വെണ്ടയ്ക്ക എടുക്കാൻ വിചാരിച്ചു. കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളൂ, കാരണം ഒരു നേരമല്ല നമ്മൾ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടി മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് ആദ്യമേ തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കി വെച്ചു. പിന്നെ ഞാൻ അതിനുള്ള സവാള നോക്കണേണ് കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മൾ തലേന്ന് തന്നെ കട്ട് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഭയങ്കര എളുപ്പമായിരിക്കും. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് വേവിച്ചെടുത്താൽ പോരെ. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ സമയം അധികം രാവിലെ പോകില്ല കേട്ടോ. കാരണം ഓഫീസിൽ പോകുന്നതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എടുത്തിട്ടാണ്, ഞാൻ ഫുൾ മീൽ ഉണ്ടാക്കിയിട്ടാണ്, ആ ഒരു ഹോൾ ഡേക്കുള്ള മീൽ ഉണ്ടാക്കിയിട്ടായിരിക്കും മിക്ക ദിവസം ഓഫീസിൽ പോവുക. പിന്നെ ചോറിന് വേറെ കറിയായിട്ട് മോര് കറി ഓൾറെഡി ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് വെണ്ടയ്ക്ക ഉപ്പേരി മോര് കറി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തേക്കണത്.
അങ്ങനെ ഞാൻ വെണ്ടയ്ക്ക കൂടി കട്ട് ചെയ്തിട്ട് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ. ഇത്ര ചെയ്ത പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ആദ്യമേ ചായ പൊടിച്ച കുറച്ച് പാത്രം കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ അടുക്കളയിലോട്ട് വന്ന് കയറുമ്പോൾ ഭയങ്കര സമാധാനമായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ കൂടി കിടക്കണ കണ്ടാൽ ഒന്നാമത് നമ്മുടെ ആ ഒരു ദിവസത്തെ മൊത്തം മൂഡ് പോവും. പിന്നെ മാത്രമല്ല അത് കഴുകി വരുമ്പോൾ വീണ്ടും കുറേ സമയം എടുക്കും. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനുണ്ട്. ഇതൊക്കെ സമയം എടുക്കുന്ന പരിപാടികളല്ലേ. സാധാരണ അജുക്ക് തന്നെ പാത്രം കഴുകാനൊക്കെ ഹെൽപ്പ് ചെയ്യലുണ്ട് കേട്ടോ. ഇന്ന് പുള്ളിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് പുള്ളി അവിടെ കിടക്കണമെന്നുമുണ്ട്, പക്ഷേ കളി കാണണമെന്നുമുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിൽക്കുവാണ്. പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചു. ജസ്റ്റ് തറയൊക്കെ ഒന്ന് തുടച്ചിട്ടു. ഐ മീൻ നമ്മുടെ സ്ലാവ്, ഞങ്ങൾ സ്ലാവ് എന്നാണ് പറയുക, സ്ലാവൊക്കെ ഒന്ന് തുടച്ചിട്ടു. അങ്ങനെ നമ്മുടെ അടുക്കള ക്ലോസ് ചെയ്യാൻ സമയം. നമ്മൾ പിന്നെ രാത്രിയിലത്തെ ഫുഡൊക്കെ ഓൾറെഡി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് അതിനൊന്നും കാണിക്കാത്തത്. ഇതൊക്കെ കഴിച്ച ശേഷമാണ് ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കുന്നത്, ഒരു വീഡിയോ എടുത്താലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ ഓൾറെഡി കഴിച്ച് വെച്ചിട്ടുണ്ടായി. അങ്ങനെ ഇന്നത്തെ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി രാവിലെ കയറിയാൽ മതി എന്തെങ്കിലും ഉണ്ടാക്കാനായാലും കഴിക്കാനായാലും. അജുക്ക സ്റ്റിൽ കളി കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. തീരെ വയ്യ പുള്ളിക്ക്. മരുന്നൊക്കെ കഴിച്ചിട്ടാണ് കിടക്കണത്. പക്ഷേ കളി കാണാതിരിക്കാൻ പറ്റൂല എന്നൊരു അവസ്ഥയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് പുള്ളി ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു 11:30 വരെ ഇങ്ങനെ കണ്ട് ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ ബെഡിൽ നിറയെ ഡ്രസ്സുകളുണ്ട്. പകൽ ഫുള്ള് അലക്കിയ ഡ്രസ്സുകൾ. അതൊക്കെ കൂടി മടക്കി വെച്ചാലാണ് നമുക്കിന്ന് കിടക്കാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ വീക്ക്ലി 2 ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മാത്രമേ അലക്കലുള്ളൂ. അപ്പോൾ ആ ദിവസം ഭയങ്കരമായിട്ട് കൂടുതലുണ്ടാവും. ഞാൻ മുന്നേ ഒരു വട്ടം അലക്കിയത് കൊണ്ടാണ് ഇത്ര കുറച്ച് ഡ്രസ്സുകൾ ഉള്ളത്. അല്ലെങ്കിൽ ഇതിൽ കൂടുതലുണ്ടാവും കേട്ടോ. അങ്ങനെ ഞാനെല്ലാം ഓരോന്നായി പാകത്തിലേക്ക് വെക്കുവാണ് കേട്ടോ. ഈ അലമാരിയിലെല്ലാം കൊള്ളൂല. പിന്നെ കുറച്ച് ബാഗുകളിലൊക്കെ ആയിട്ട് സെറ്റാക്കി വെക്കും. അങ്ങനെ നമ്മുടെ റൂമും ക്ലീനായി. ഇനി കിടന്നുറങ്ങിയാൽ മതി. അപ്പോഴാണ് ഞാൻ ഉറക്കണേ. ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുത്ത് വെച്ചില്ലെങ്കിൽ രാവിലെ അതിന് വേണ്ടി ഞാൻ കുറേ സമയം കളയേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഒരു 15 മിനിറ്റിന് കൂടുതലെടുക്കും എനിക്ക് ഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി രാവിലത്തെ. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ട് ഏതാ ഡ്രസ്സും ഷോള് ഏതാ പാൻറ്റ് അതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് കിടക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ടൈം ടേക്കിംഗ് ആണ്. അത് ചിലവരൊക്കെ പറയും ഡ്രസ്സൊക്കെ കണ്ടുപിടിക്കാൻ ഇത്ര ബുദ്ധിമുട്ടുമെന്ന്. പക്ഷേ നമുക്ക് അലമാരി തുറക്കുമ്പോൾ ഏതെടുക്കുക, ചിലപ്പോൾ ഇത് എടുക്കുമ്പം ഷോൾ ഉണ്ടാവില്ല, ഷോൾ എടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാവില്ല. അതേപോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ സെറ്റാക്കി വെച്ചു. അങ്ങനെ അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞു കേട്ടോ. ഞാൻ സാധാരണ ഇന്നൊരു 10 മണിയാകുമ്പോഴത്തേനും കിടക്കും കേട്ടോ. പണ്ട് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഒരു 9 മണി എന്ന് പറഞ്ഞ സമയം ഈ കട്ടിലേക്ക് കിടക്കുന്നുണ്ടാവും. പിന്നെ മാത്രമല്ല 9നും ഒരു 10ൻ്റെ ഇടയിൽ ഞാൻ ഉറങ്ങിയിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓഫീസ് കഴിഞ്ഞ് വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പകൽ കുറേ നേരം കിടന്നുറങ്ങിയോണ്ട് എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഉറക്കം വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം അങ്ങനെ ലല്ലെല്ലാം പാടി അതിക്കടെ നടന്നു. പിന്നെ കുറച്ച് നേരം അജുക്കാൻ നമ്മൾ കളി അറിയില്ലെങ്കിലും കുറച്ച് നേരമൊക്കെ ഇരുന്ന് കണ്ടു. പക്ഷേ പിറ്റേന്ന് ഓഫീസിൽ പോകാനുള്ളത് കൊണ്ട് മാത്രം ഞാൻ എന്നെ ഫോഴ്സ്ഫുള്ളി കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.